എന്തോ വലിയൊരു ആപത്ത് എനിക്ക് വരാണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് മനസ്സിലൊരു ഉൾവിളി. എന്നാലും എന്തായിരിക്കും ഇത്ര വലിയ പണി ആലോചനയാണ് ഇന്നത്തെ ദിവസം എഴുന്നേറ്റാ. ഹലോ, എന്തൊരു പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഡേറ്റാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ ഉച്ചയായപ്പോഴേക്കും മലപ്പുറത്ത് ഒരുത്തൻ സ്വിച്ച് ഇട്ട പോലെ പ്രത്യക്ഷപ്പെട്ടത്. അവനാണ് ദേ ഇവൻ. ഹെൽമെറ്റും ഗ്ലൗസ് ഇട്ട് വണ്ടി ഓടിച്ച എന്താ വലിയ റൈഡറാണ് അവന്റെ വിചാരം. ഇനി അവനെ കൊന്നിട്ട് തന്നെ കാര്യം. ക്രിസ്മസ് പ്രമാണിച്ച് ചെക്കന് കേക്കൊക്കെ മുറിച്ചു കൊടുത്ത് തിന്നായിരിക്കുമ്പോഴാണ് ദേ അമ്മ വന്നത്. അങ്ങനെ അമ്മയുടെ അടുത്തുള്ള സംസാരിച്ച് കഴിഞ്ഞാൽ അവന്റെ പുൽക്കൂട് നോക്കിട്ട് പറയാം, നിന്റെ ഉണ്ണീഷൻ ഇങ്ങനെ ഇരിക്കണത്. അല്ലടാ 300 രൂപയ്ക്ക് ഞാൻ സ്വർണ്ണം വെച്ച് ഉണ്ണീഷനെ വാങ്ങി വെക്കടാ. കേരളത്തിലെ പല ടൂറിസ്റ്റ് പാക്കേജുകളും കൈകാര്യം ചെയ്യുന്ന വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. എന്തായാലും ബിസിനസ് മാഗ്നറ്റ് വീട്ടിൽ വന്നാലേ കുറച്ച് ചിക്കൻ കറി വെച്ച് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോ അമ്മ പറഞ്ഞുകൂടാ ചിക്കൻ കറി ആവാൻ കുറച്ചുകൂടി സമയം എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു അടിപൊളി സ്ഥലം കാണാണ്ടെന്ന് പറഞ്ഞ് ഏതോ കണ്ടത്ത് കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു പാടം കണ്ടുകൊടുത്ത് അവനെ പറ്റി. പാവൻ ചെക്കൻ അത് അടിപൊളി സ്ഥലം എന്ന് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കുളി കഴിഞ്ഞപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ബംഗാളിന്റെ കടയിൽ പോയി പാനിപ്പൂരി വാങ്ങി കൊടുത്ത് വീണ്ടും പറ്റിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അമ്മയുടെ വകയുള്ള ഫുഡൊക്കെ റെഡി. ഇതിന്റെ ഇടയിൽ ഫുഡ് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ ഞാൻ ചെയ്യാറുള്ള ആക്ഷൻസ് ഇട്ട് അവൻ എന്നെ കളിയാക്കണം. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിലെ പഴയ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇനി പറയേണ്ട കഥകളൊക്കെ നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെടും. അപ്പൊ ശരിട്ടാ.